എനിക്കൊരു പരാതി പറയാനുണ്ട്. എനിക്കൊണ്ടൊരു പരാതി പറയാൻ. അന്നങ്ങോട്ട് വാ. എന്താ നിന്റെ പരാതി? ചേച്ചിയുടെ പരാതി ആദ്യം പറ. എന്റെ പരാതി നിന്റെ ആങ്ങളെ പറ്റിയാണ്. എന്റെ പരാതി ചേച്ചിയുടെ ആങ്ങളെ പറ്റിയിട്ടാ. എന്നാ നീ ആദ്യം പറ. നീ ചേച്ചി ആദ്യം പറ. നിന്റെ ആങ്ങളാന്ന് പറയുന്ന ക്ലീറ്റോ ഉണ്ടല്ലോ, ക്ലീറ്റോ അങ്ങോട്ട് മുഴുത്ത വട്ടാണ്. അങ്ങോട്ട് എന്തൊക്കെ കാണും. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് കൂടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിനക്ക് ഭാര്യ ഇല്ലാത്തൊരു ആങ്ങളെ നോക്കേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ ആങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് രാവിലെ ഒരു പോക്കങ്ങ് പോകും. എന്നിട്ട് എവിടേക്കൊക്കെ ഇറങ്ങി നടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കയറി വരും. എന്നിട്ട് കിടന്നിട്ട് നിന്റെ ആങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേടി ഇങ്ങനെ പറഞ്ഞില്ലേടി എന്ന് പറഞ്ഞ് കിടന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. പരസ്പര ബന്ധമില്ലാതെ എന്തോ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്. ബന്ധമില്ലാതെ പറയുന്നത് ആരാ? ചേട്ടനല്ല, ചേട്ടൻ കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഇവിടെ ഏട്ടനാണ് പരസ്പര ബന്ധമില്ലാതെ പറയുന്നത്. അവൻ എന്തോ ഏട്ടൻ പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. എന്നിട്ടാ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉപദേശിച്ച് അങ്ങോട്ട് കൊല്ല്. കാരണം സത്യം പറഞ്ഞാൽ ഉപദേശം കേൾക്കുമ്പോൾ എനിക്ക് കല്ല് കയറും. കീരി വലിയൊരു കീരിയായിരുന്നു. അപ്പൊ എന്തായാലും പാമ്പുണ്ടാവും പറമ്പില്. പിള്ളേരൊക്കെ അവിടെ നടന്ന് കളിക്കണത്. ആ പാമ്പ് പറമ്പൊന്ന് പോയി വൃത്തിയാക്കി ക്ലീറ്റോ. ഞാൻ ഇപ്പൊ പോയി വൃത്തിയാക്കണോ? ഇപ്പഴല്ല, വൈകുന്നേരം എപ്പോഴെങ്കിലും ചെയ്താ മതി. അതൊന്ന് പറമ്പ് വൃത്തിയാക്കാൻ എന്നെ പോലെ ഒരു പ്രമുഖൻ പറമ്പിലൊക്കെ ഇറങ്ങി വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട. ആ പരിപാടി ഇത് വേണ്ട. ക്ലീറ്റോ എന്തേ പറഞ്ഞ? എപ്പോഴും പറഞ്ഞ കേൾക്കാല്ലോ നിങ്ങളിത്. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ പ്രമുഖന്മാരും നിങ്ങൾ അടിച്ചു നനച്ച് കുളിക്കൊക്കെ ചെയ്യൂലേ? അതുപോലെ അല്ലല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. അതാ പ്രമുഖൻ ഒരു ഈ നിങ്ങളുടെ മറ്റേ എന്താണ് നിയമങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പറമ്പൊന്നും വൃത്തിയാക്കരുത്, റേഷൻ കടയിൽ പോവരുത്, വേറെ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഒരു ഘട്ടം വരെ നമുക്കാവാം. പക്ഷെ ഇപ്പൊ ഞാനെന്ന് പറയണത് ജില്ലാ നേതാവല്ലടി. പിന്നെ ഉച്ചയൂണ് ഇതേപോലെ തണുത്തു പോവല്ലേ? അയ്യോ, അതിനുണ്ടോ ഡിമാൻഡ്? ആ ഉണ്ട്. ലോഡിംഗ് മീൽസ്. എന്ത് ലോഡിംഗ് മീൽസ് കേട്ടിട്ടില്ലേ? ഇല്ല. ഈ ലോഡിങ്ങാനൊക്കെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമായിട്ടൊരു കഴിപ്പ് കഴിപ്പിക്കില്ല. അതേപോലുള്ള സാധനം വേണം. ഇല്ലെന്നെ പുല്ല് വെട്ട് നിക്കത്തില്ല. കാര്യം ചെയ്യട്ടെ, നീ കിണറി താത്താൻ പോണൊന്നും അല്ലല്ലോ. 4 പുല്ല് അവിടെ വളർന്നു വന്നപ്പോട്ട് അതൊന്ന് കളയാനായിട്ടല്ലേ? എന്നാ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ കിണർ വെട്ടാൻ പോകുന്ന ആള് ഒഴുക്കുന്നത് വിയർപ്പാണ്, ഞാനും ഒഴുക്കുന്ന വിയർപ്പാ. അല്ല അവര് രക്തം ഞാൻ പറ്റുള്ളൂ അല്ലല്ലോ. ചേച്ചിക്ക് വേറെ പണിയൊന്നും. ഒന്ന് പൊയ്ക്ക പൊറോട്ട നിന്നിട്ട് വാചല്. ചൂട് മാറും, അതിന് പോയിട്ട് വരണ്ടേ? ആരുടെ വെയിലിന്റെ? പൊറോട്ടയുടെ. ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിന് സാറ് കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം സാറ് ബിൻ പോലീസ് ആണെന്നുള്ളത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. സാറ് പിങ്കിയാ. സ്വന്തം ഐഡന്റിറ്റി തെളിയിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടണം. ചോരി ഇങ്കി പോങ്കി കഴിഞ്ഞ എന്താ? ഇങ്കി പോങ്കി കഴിഞ്ഞ അടുത്തുള്ള വാക്കെന്താ? ഇങ്കി പോങ്കി. ഇങ്കി പോങ്കി. ഇങ്കി പോങ്കി ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞുള്ള അടുത്ത വാക്ക് പറ. ഓപ്ഷൻസ് ഉണ്ടോ? എ ഡോങ്കി, ബി ലുങ്കി, സി മങ്കി, ഡി ഡുങ്കി. ഡുങ്കി. ഡുങ്കി ബി ലുങ്കി. അറിയാം. സമാധാനമായി. ഉത്തരം പൊട്ടത്തെറ്റാ. സാറ് ബിനി പോലീസ് തന്നെ. അറിയാം.